ഗൈസ്, ഇത് നമ്മളെ ചെറിയൊരു ഇൻക്യുബേറ്ററാണ്. ഇൻക്യുബേറ്റർ പറയുമ്പോൾ ഒരു 60 മുട്ട വിരിയിക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്ററാണ്. അതായത് ഇത് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ്. ഇതിൽ കുറച്ച് മുട്ട ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ തുറക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഹീറ്റ്, അതായത് കോഴിമുട്ട വിരിയാൻ ആവശ്യമായ ഹീറ്റാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് 37.5. ഇത് 34 ആവും, 9 വരെ ആവും. പിന്നെ 9 ശേഷം ഇത് പഴയപടി 37 കൂടാൻ പാടില്ല, അതുപോലെ 37 കുറയാനും പാടില്ല. കറക്റ്റ് ഈ ഒരു ഹീറ്റ് എപ്പോഴും ഇത് വേണ്ടി വരും. അതുപോലെ ഇത് ടൈമറാണ്. അതായത് ഇത് പറയുമ്പോൾ നമ്മളെ എഗ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ സിസ്റ്റം ഉണ്ട്. അത് ഞാനിത് തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതിലിപ്പോൾ ഞാൻ അത്യാവശ്യം ഏകദേശം ഒരു 10-25 പോരാ, ഒരു 40-45 മുട്ട ഉണ്ടാവുമായിരിക്കും ഇതിൽ. അതാ കഷ്ടി കൃത്യമായിട്ട് അറിയില്ല, കൗണ്ട് ചെയ്തിട്ടില്ല ഞാൻ കൃത്യമായിട്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ടൈമർ കാണിച്ചതല്ലേ, ഇതാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വശം കണ്ടില്ലേ, ഈ പൊസിഷൻ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിവർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുക. അപ്പോൾ എന്താവും, ഇത് അങ്ങോട്ടും പോവും. പിന്നെ 3 മണിക്കൂറിന് ശേഷം ആണ് ഓരോ 3 മണിക്കൂർ ഇടവിട്ടിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പിന്നെ ഇങ്ങോട്ടും ആവും. അങ്ങനെ മുട്ട, ഇങ്ങനെയുള്ള മുട്ട ഇതിങ്ങനെ എന്താവും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രവൃത്തി. ഈ വെള്ളം വെച്ചിരിക്കുന്നത് മുട്ടയുള്ള വെള്ളമില്ലേ, അതും അതിൻ്റെ ലെവല് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഇൻക്യുബേറ്ററിൽ ഇതാണ് 2 ഫാനുണ്ട്, അതുപോലെ 2 ബൾബാണ് കേട്ടോ. 2 ബൾബ്, പിന്നെ അതുപോലെ ഉണ്ടോ വെള്ളത്തിൻ്റെ ഒരു ഇത്. അതാണ് ഇതിൽ മൊത്തമുള്ള ഒരു ഇൻക്യുബേറ്ററിൻ്റെ ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടിപ്പോൾ ഏകദേശം ഇതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് 7-ാം തീയതി വെച്ചിട്ടുണ്ട്, അതേപോലെ 13-ാം തീയതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മുമ്പ് ഞാൻ വീഡിയോസ് കുറച്ച് എടുക്കാൻ മറന്നു, അതാണ് ഞാൻ വെക്കണതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കാണിപ്പോൾ ഇനി അടുത്തത് ഞാൻ ഫുൾ വീഡിയോ ഇതിലുണ്ടാവും. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഉണ്ടാവും ഓരോ ദിവസമായതും. ഇതിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടോ ഫസ്റ്റ് വെച്ചത്. ഇതിൽ ഞാൻ ഓരോ ഇത് എഴുതിയിട്ടുണ്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വെച്ച മുട്ട. ഇതിലുള്ള മുട്ട പുള്ളിക്കോഴിൻ്റെ നാടൻ കോഴി, അതേപോലെ ബ്രഹ്മ, അങ്ങനെ കുറച്ച് മുട്ടേഴ്സാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിലുള്ള പുള്ളിക്കോഴിൻ്റെ മുട്ട നമ്മൾ മേടിച്ചത് പുറത്തുനിന്ന് മേടിച്ചതാണ്, ഒരാളെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെ ഫാറൂഖിക്കല്ലേ, ഉദാഹരണം നമ്മളെ യൂട്യൂബർ, അപ്പോൾ മൂപ്പര് വഴി നമ്മൾ മേടിച്ച മുട്ടയാണ് ഇതിൽ പുള്ളിക്കോഴിൻ്റെ മുട്ട. അതുപോലെ ബ്രഹ്മൻ്റെ മുട്ട നമ്മൾ മലപ്പുറം ഭാഗത്ത് നിന്ന് മേടിച്ചതാണ്. പിന്നെ നമ്മൾ വീട്ടിലുള്ള കുറച്ച് മുട്ട വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇതാണിപ്പോൾ ഇതിലുള്ള ഇൻക്യുബേറ്ററിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അതിൽ. ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ വഴിയെ തരാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്.